ടൂവിലേക്ക് സ്വാഗതം. മതം മാറ്റം വഴിയുള്ള പിന്തുടർച്ചാ അവകാശം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ്. നിശ്ചയമായും ചിലർക്കൊക്കെ ഇത് ഗുണപ്പെടും, അറിയേണ്ട കാര്യവുമാണ്. പ്രത്യേകിച്ച് മുസ്ലിം പിന്തുടർച്ചാ അവകാശ നിയമത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ മതം മാറ്റം വഴിയുള്ള പിന്തുടർച്ചാ അവകാശത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവർ മാത്രമല്ല, ഹിന്ദു പിന്തുടർച്ചാ അവകാശത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്നത് ഗുണപ്പെടും. ഞാൻ ആദ്യം ഒരു വിഷയം പറയാം. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, പേരുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഏത് മതവിശ്വാസിയാണെന്ന്. ഹിന്ദു മതവിശ്വാസിയാണ് ശ്രീ രാജേന്ദ്രൻ. ഈ രാജേന്ദ്രന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഭാര്യ ഹിന്ദു മതവിശ്വാസിയായ ഭാര്യ തന്നെയാണ്. അറേഞ്ച്ഡ് മാര്യേജുമാണ്. കുടുംബസമേതം സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളും അവർക്കുണ്ടായി. ഏതോ കാരണവശാൽ ഈ രാജേന്ദ്രന് മുസ്ലിം മതത്തിലേക്ക് ചേരണം, ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് ഒരു തോന്നലുണ്ടായി. തോന്നലാണോ, ആരെങ്കിലും തോന്നിപ്പിച്ചതാണോ എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്ങനെയായാലും ഇയാൾക്ക് ഈ ഇസ്ലാം മതവിശ്വാസിയാകണമെന്ന് ആഗ്രഹിച്ച് അയാൾ ആ മതത്തിലേക്ക് മതപരിവർത്തനമൊക്കെ നടത്തി ഇയാൾ ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ചു. ഈ മുസ്ലിം സ്ത്രീയിലും ഇയാൾക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. രാജേന്ദ്രൻ കുറേ കാലം കഴിഞ്ഞ് മരണപ്പെട്ടു പോയി. രാജേന്ദ്രന് സ്വത്തുക്കളുണ്ട് കേട്ടോ, സ്വത്തുക്കൾ ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാജേന്ദ്രൻ. രാജേന്ദ്രൻ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയാൽ ഈ രാജേന്ദ്രൻ്റെ സ്വത്തുക്കളിൽ നേരത്തെ ഉള്ള ഭാര്യയ്ക്കും മക്കൾക്കും, ഹിന്ദുവായ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശം കിട്ടുമോ, പിന്തുടർച്ച അവകാശം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അറിയുക, കിട്ടില്ല. ഇദ്ദേഹം നേരത്തെ തന്നെ ഇയാളുടെ കൈവശമുള്ള സ്വത്താണ്. ഈ സ്വത്ത് ഉള്ളപ്പോൾ തന്നെയാണ് ഇയാൾ വിവാഹം കഴിച്ചതും കുട്ടികളുണ്ടായാലും. ആദ്യത്തെ ഹിന്ദു വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഹിന്ദുവായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, കുട്ടികളും ഉണ്ടായി. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇയാൾ മതം മാറി മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിച്ചതും പിന്നീട് കുട്ടികളുണ്ടായതും. അപ്പോൾ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ സ്വത്തിൽ അവകാശം ആർക്കാണ് ലഭിക്കുക? ഇയാളെ മരണശേഷം പിന്തുടർച്ച അവകാശം ഇയാളെ മുസ്ലിമായ ഭാര്യയ്ക്കും മക്കൾക്കുമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദുവായ ഭാര്യയ്ക്കും മക്കൾക്കും ഇയാളുടെ സ്വത്തിന്മേൽ അവകാശം നഷ്ടപ്പെടും. ഈ മതം മാറ്റം കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിൽ നിന്നും മാറി മുസ്ലിം മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്തുടർച്ച അവകാശ നിയമം അദ്ദേഹത്തിനെ വേറൊരു തരത്തിൽ കാണില്ല, മുസ്ലിമായി തന്നെ കാണുകയും അതുകൊണ്ട് തന്നെ അയാളുടെ സ്വത്ത് മുസ്ലിം പിന്തുടർച്ച അവകാശത്തിന് ബാധകമായ തരത്തിലേ അത് നൽകപ്പെടുകയും ഉള്ളൂ. അതിനനുസരിച്ച് അത് ഭാഗം ചെയ്യേണ്ടി വരും. ഹിന്ദുവായ സ്ത്രീ, മക്കളുണ്ട്, യഥാർത്ഥത്തിൽ അവരുടെ മുൻ ഭർത്താവാണ് എന്ന ഒരു വാദത്തിന് നിയമം അംഗീകാരം കൊടുക്കുന്നു എന്ന് പറയാനാവില്ല. ഇപ്പോൾ ഇസ്ലാം കൺസെപ്റ്റ് അനുസരിച്ച് മതം മാറ്റം കൊണ്ടും മാത്രമല്ല, ജനനം കൊണ്ട് മാത്രമല്ല, മതം മാറ്റം കൊണ്ടും യഥാർത്ഥത്തിൽ മുസ്ലിം നിയമങ്ങൾ ബാധകമാവുകയാണ്. പിന്തുടർച്ച അവകാശ നിയമങ്ങളും അങ്ങനെ മാറുകയാണ്. ജനനം കൊണ്ട് മാത്രമേ അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മതം മാറി വന്നാലും ഈ നിയമം ആ വ്യക്തിക്ക് ബാധകമാകും. അതുകൊണ്ട് ഇവിടെ ഇയാളുടെ സ്വത്തിന്മേൽ പിന്നീട് ഇദ്ദേഹം വിവാഹം കഴിച്ച മുസ്ലിം സ്ത്രീകൾക്കും മക്കൾക്കുമായി തന്നെ ഭാഗിക്കേണ്ടി വരും. അവിടെ ഹിന്ദുവായ മുൻ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശം സിദ്ധിക്കുകയില്ല എന്നുള്ളതാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് വിവരിക്കുന്നത്. അപ്പം ഈ മതം മാറ്റം പ്രോത്സാഹിപ്പിക്കാനോ മതം മാറ്റം നല്ലതാണെന്നോ പറയാനോ ഞാൻ ഒരിക്കലും തുനിയുന്നില്ല എന്നും കൂടി പറഞ്ഞു വെച്ചോട്ടെ. ഞാൻ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളോട് പൂർണ്ണമായും എതിരുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ജനനം കൊണ്ടാണ് ഓരോരുത്തരും അവരുടേതായ മതം ആർജിക്കുന്നത്. ശരിക്കും എൻ്റെ പിതാവ് ഒരു ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ടും മദർ ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ടും ജനിച്ച ഞാൻ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നു. കാരണം മാതാപിതാക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു ക്രിസ്ത്യൻ ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഹിന്ദു മതവിശ്വാസികൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ബൈ ബർത്ത് കൊണ്ടാണ് നമ്മൾ മതങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്, നമ്മളുമായി ബന്ധപ്പെടുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഖുറാൻ പഠിച്ചിട്ടോ ബൈബിള് പഠിച്ചിട്ടോ ഇല്ലെങ്കിൽ രാമായണമോ ഗീതയോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടോ ഒന്നുമല്ല ആരും മതം തിരഞ്ഞെടുക്കുന്നത്. മതം തിരഞ്ഞെടുക്കുന്നത് അവരുടെ ജനനം കൊണ്ട് അവർക്കൊരു മരണം ഏൽപ്പിക്കപ്പെടുന്നു. അവർക്കൊരു ജാതി അവർക്ക് ചേർക്കപ്പെടുന്നു. ആ ജാതിയിലൂടെ അവർ
ഫോളോ ചെയ്ത് പോകുന്നു, പിന്തുടർന്ന് പോകുന്നു. അതിൽ നിന്നും പിന്നെ വേറിട്ട് പോകാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പലരും ആ ജനിച്ച മതത്തിൽ തന്നെ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇടയ്ക്ക് ആ മതത്തിൽ ചേരുക, ഈ മതത്തിൽ ചേരുക. എല്ലാ മതവും മനുഷ്യ സൃഷ്ടിയാണ്. ദൈവമൊന്നും മതങ്ങളെയൊന്നും സൃഷ്ടിച്ചില്ല. മനുഷ്യരെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. നേർവഴിക്ക് നടക്കാൻ വേണ്ടി അദ്ദേഹം പല സന്ദർഭങ്ങളിൽ ഓരോ മതങ്ങൾ വഴി കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് ദൈവം. ഇതാണ് റൈറ്റ് വേ, ഇതാണ് റൈറ്റ് വേ, ഇതാണ് റൈറ്റ് വേ എന്നുള്ളതാണ്. അത് ദൈവം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓരോ കാര്യങ്ങളിലും. അതൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന പക്ഷക്കാരനാണ് ഞാൻ, കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എൻ്റെ ചിന്താഗതി. ആ ചിന്താഗതിക്കനുസരിച്ചാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. ഒരിക്കലും മറ്റൊരു തരത്തിലുള്ള ഒരു വിഷവും എനിക്ക് അവർ കുത്തിവെച്ചിട്ടില്ല. വർഗീയതയോ അങ്ങനെയുള്ള ഭ്രാന്തൻ ചിന്തകളോ ആ പാപം രണ്ടുപേരും എൻ്റെ മേൽ ചുമത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്വതന്ത്ര ചിന്താഗതി പുലർത്തുന്ന ആൾ തന്നെയാണ്. എനിക്ക് നിങ്ങളോടിപ്പോൾ പറയുന്ന കൂട്ടത്തിൽ നിന്നങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് ഇതുവരെ ഖുറാനിലെ ആദ്യത്തെ അലിഫ് ബാഹ് എന്ന് പറഞ്ഞ 2 അക്ഷരമല്ലാതെ കൂടുതൽ എനിക്ക് ഇതുവരെ എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതാനും അറിഞ്ഞുകൂടാ, വായിക്കാനും അറിഞ്ഞുകൂടാ. അതാണ് ഒരു പരമായ അതൊന്നും യോഗ്യതയായിട്ട് ഞാൻ പറയുകയല്ല, കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഞാൻ ആലോചിക്കുന്നുണ്ട് എൻ്റെ ഈ ചാനലിലെ എപ്പിസോഡിൽ എൻ്റെ ലൈഫും കൂടി ഇടയ്ക്കൊന്ന് പറഞ്ഞ് എൻ്റെ അനുഭവങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയും ഇതുപോലുള്ള ചില വിവരങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്താൽ സന്തോഷം. സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി, കേട്ടോ. എല്ലാവരും എല്ലാം സമയമുണ്ടെങ്കിൽ മാത്രം പിന്നെ കണ്ടാൽ മതി, സമയമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ പറയും. നിർബന്ധമായി ആരോടും ഒന്നും പറയുന്നില്ല. നന്ദി.